good. Very good. Start. ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു ചെറിയ വ്ളോഗാണ്. നമ്മുടെ വൈകുന്നേരം തൊട്ട് രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ഫ്രൈഡേ ഈവനിങ് ആണ്. ഫ്രൈഡേ ആണല്ലോ നമുക്ക് ഇവിടെ ഫ്രൈഡേ ആണ് നമുക്ക് വീക്കെൻഡ് വന്നിട്ട്. അപ്പോൾ ആ ഒരു ദിവസം മാത്രമാണ് ഒന്നിച്ച് നേരം വൈകുന്നേരം കിടന്ന് ഉറങ്ങാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ടിട്ട് വൈകുന്നേരം വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ ഒരു മണിക്കൂർ 2 മണിക്കൂറോളം കിടന്നുറങ്ങും. അപ്പോൾ ഉറക്കം കഴിഞ്ഞ് എണീറ്റിട്ടാണ് പിന്നെ എന്തെങ്കിലും ചായയോ അല്ലെങ്കിൽ സ്നാക്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ഓർത്തു കുറച്ച് സ്വീറ്റ് കോൺ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് വേവിച്ചിട്ട് വൈകുന്നേരം എണീക്കുമ്പോഴത്തേനും എന്തെങ്കിലും മോന് സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു കോൺ ഉണ്ടാക്കി കൊടുക്കാമെന്ന്. കുറച്ച് ദിവസമായി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു. പക്ഷെ ഒന്നിനും സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കാണ്. പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നുമല്ല കേട്ടോ. പിന്നെ മോന് കൊടുക്കേണ്ടതുകൊണ്ട് ഞാനധികം എരിവൊന്നും ആഡ് ചെയ്യാനുള്ള ബട്ടർ മാത്രം ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ആവിയിൽ വെച്ചിട്ട് ഞാൻ വേവിച്ചെടുക്കുക ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ബട്ടറും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ദിവസം ആയതിനെ കൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ ഐസൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തീ കുറച്ച് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ അത്യാവശ്യം കുറച്ച് പണികളൊക്കെ ഉള്ളതൊക്കെ ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നോക്കുക. അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യാറ്. ഒന്ന് ചൂടാകുമ്പോൾ തന്നെ ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം മൊത്തം ഐസ് കെട്ടായിട്ടിരിക്കുകയാണല്ലോ. അല്ലെങ്കിൽ അടിഭാഗം മാത്രം വെന്ത് വരും, മുകൾഭാഗം വേകാൻ വേണ്ടി പിന്നെ താമസിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങി എണീറ്റിട്ട് അതേപോലെ എണീറ്റ് പോയതല്ലേ. അപ്പം ബെഡെല്ലാം ആകപ്പാടെ അലമ്പായി കിടക്കായിരിക്കും. അപ്പോൾ അത് അടുപ്പൊന്ന് വെച്ചിട്ട് ബെഡെല്ലാം ഒന്ന് വിരിച്ചിടുകയാണ്. പിന്നെ കുറച്ച് നേരം മോൻ്റെ കൂടെ ഇരുന്നിട്ട് അവൻ്റെ കുറച്ച് ആക്ടിവിറ്റീസും പസിൽസും കാര്യങ്ങളൊക്കെ ഇരുന്ന് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അവന് വലിയ ഇഷ്ടമാണ് പസിൽസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ്റെ കൂടെ ഇരുന്നിട്ട് അതെല്ലാം ഇരുന്ന് ചെയ്യാണ് കേട്ടോ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും കോൺ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ മോന് കൊടുക്കേണ്ടതായതുകൊണ്ട് നല്ല രീതിയിൽ വേവിച്ചിട്ട് തന്നെ എടുക്കാറ്. അതൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ആദ്യം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മിക്കപ്പോഴും അമൂലിൽ ബട്ടർ തന്നെയാണ് യൂസ് ചെയ്യാറ്, സോൾട്ടഡ് ബട്ടർ. പ്രത്യേകിച്ച് സ്വീറ്റ് കോൺ ഉണ്ടാക്കുമ്പോഴത്തേനും സോൾട്ടഡ് ബട്ടറാണ് ഇച്ചിരി ടേസ്റ്റ്. ഉപ്പ് ഇച്ചിരി മുന്നിട്ട് നിൽക്കുന്നത് തന്നെ അതിന് ടേസ്റ്റ് കൂടുതൽ വരാം. അപ്പോൾ
ബട്ടർ ആദ്യം ഞാൻ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി കിട്ടുന്നുണ്ട് കേട്ടോ ബട്ടർ. ആ ചൂടിനെ തന്നെ ഇളക്കി കൊടുക്കണം, അതാകുമ്പോൾ പെട്ടെന്ന് മെൽറ്റായി പൊക്കോളും. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ബട്ടർ മെൽറ്റാവാനായിട്ട് ഇച്ചിരി പാടാണ്. ചൂടിനെ തന്നെ ഇളക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് മെൽറ്റായി കിട്ടും. പിന്നെ ഞാനൊരു ലേശം ഉപ്പൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ബട്ടറിനെക്കാളും കൂടുതൽ ഇച്ചിരി ഉപ്പ് മുന്നിട്ട് നിൽക്കണം, എന്നാലാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ലേശം, അധികമല്ല, കുറച്ച് ഇട്ടെടുക്കുന്നുണ്ട് ഉപ്പ്. ഞങ്ങളിവിടെ മിക്കപ്പോഴും 7 മണിക്കും 8 മണിക്കും ഇടയിലാണ് രാത്രിത്തെ ഭക്ഷണം കഴിക്കാറ്. കാരണം മോണ സമയത്താണ് ഫുഡ് കൊടുക്കുക. അപ്പോൾ ഞാനും അവനും ഒന്നിച്ച് ഫുഡ് എടുക്കുക, എന്നിട്ട് ഒന്നിച്ച് കഴിക്കുക. അപ്പം പുറത്ത് പോകുന്ന ദിവസങ്ങളിൽ മാത്രമേ നമ്മൾ 8 മണിക്ക് ശേഷമൊക്കെ വല്ലതൊക്കെ കഴിക്കാറുള്ളൂ, അല്ലെങ്കിൽ അതിന് മുന്നേ കഴിക്കില്ല പതിവ്. പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നുമില്ല. മത്തങ്ങയും പയറും വെച്ചിട്ട് എരിശ്ശേരി ഉണ്ടായിരുന്നു. പിന്നെ സോസേജ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാവർക്കും സോസേജ് ഭയങ്കര ഇഷ്ടമാണ്. ഈ രീതിയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടം. ഇത്രയേ തന്നെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ലേശം ചമ്മന്തിപ്പൊടി കൂടെ എടുക്കുന്നുണ്ട്. ഇന്നലെ പുറത്ത് പോയപ്പോഴത്തേനും നമ്മൾ വാങ്ങിയതാണ്, പക്ഷെ നാട്ടിൽ നമ്മൾ പൊടിക്കണ അതേ ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ലേശം എടുക്കുന്നുണ്ട്. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് പുറത്തുനിന്ന് വന്നപ്പോൾ കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നാളെ എന്തായാലും ഓഫീസിൽ പോകണം, കാരണം ഞാൻ പറഞ്ഞല്ലോ ഫ്രൈഡേ ആണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കറി വെച്ചേ പറ്റുള്ളൂ. അതുകൊണ്ടിട്ട് ചിക്കൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. 3 ചിക്കൻ ഉണ്ടായിരുന്നു. പാക്കറ്റിനുള്ളിൽ 3 ചിക്കൻ ഉണ്ടായിരുന്നു. നമ്മൾ ഫ്രഷ് ചിക്കനാണ് വാങ്ങിച്ചത്, നാടൻ കോഴിയായിരുന്നു. ആദ്യത്തെ പാക്കറ്റിൽ നാടൻ കോഴിയായിരുന്നു. രണ്ടാമത്തെ പാക്കറ്റ് പൊട്ടിച്ചിട്ടപ്പോഴത്തേനും അത് കാടക്കോഴിയായിപ്പോയി. അപ്പോഴേക്കും മനസ്സിലായി നമ്മുടെ കവറ് മാറിപ്പോയിന്ന്. പിന്നെ തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ ഓൾറെഡി ഇത് പൊട്ടിച്ചിട്ടു. പിന്നെ കാടക്കോഴി എടുത്ത് മാറ്റി വെച്ചു. പിന്നെ ചിക്കനുള്ള എല്ലാം ഒരുക്കാണ്, ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട്. നാടൻ കോഴിയായിരുന്നു. സ്പെഷ്യലായിട്ടൊന്നുമല്ല, സാധാരണ നമ്മളെങ്ങനെയാണോ ചിക്കൻ കറി ഉണ്ടാക്കുക അതുപോലെ തന്നെ സവോള, ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് വഴിച്ചെടുക്കുന്ന ചിക്കൻ കറി തന്നെയാണ്, അല്ലാതെ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. കറി ഉണ്ടാക്കാൻ തുടങ്ങാൻ പോയപ്പോഴാണ് അത്യാവശ്യമായിട്ടൊന്നും പുറത്ത് കൊണ്ടു വന്നിരുന്നു. എവിടേക്ക് പോകണമെന്ന് ഞാൻ വഴിയെ പറയാം. ഇത് നമ്മുടെ വില്ലേൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ. ഈ ഒരു ഗേറ്റ് അവർ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. എന്ത് സംഭവം എന്നറിയില്ല. അപ്പം എല്ലാ വീട്ടുകാർക്കും 2 കീ വെച്ചൊക്കെ അവർ കൊടുത്തു. എന്ത് സംഭവം എന്നറിയില്ല. അപ്പം എല്ലാവർക്കും കീ ഒക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ നമുക്ക് ഉള്ളിൽ നിന്ന് തുറക്കാൻ പറ്റും, പക്ഷേ പുറമേ നിന്ന് വരുന്ന ആൾക്കാർക്ക് കീ ഇല്ലാതെ കയറാൻ പറ്റില്ല അതിൻ്റെ ഉള്ളിൽ.
നമ്മൾ ലുലുവിലേക്കാണ് പോകുന്നത്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് ചേട്ടൻ നാട്ടിലോട്ട് പോവാണ്. പുള്ളി നിർത്തി പോവാണ്. അപ്പോൾ ചേട്ടന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പയ്യനെ ഇറങ്ങിയതാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള ലുലു വന്നിട്ട് ബാവ സിറ്റിയിലെ ലുലു ആണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. നമ്മളൊരു 8-8 ആയപ്പോഴാണ് ഇറങ്ങിയതാണ്. അപ്പോൾ ആ ഒരു ടൈമിന് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിലേക്കാണ് പോകുന്നത്. ടീഷർട്ട് വാങ്ങിക്കാം എന്നുള്ള രീതിയിലാണ് ആദ്യം ചെന്നത്. പക്ഷേ നല്ലതായിട്ടൊന്നും നമുക്ക് കിട്ടിയില്ല. അപ്പം പിന്നെ ഈ ടീഷർട്ട് വന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നല്ല ലൈറ്റ് കളേഴ്സ്, ഞാൻ അതുകൊണ്ട് തന്നെ വീഡിയോ എടുത്തത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, എന്താണെന്നറിയില്ല. പക്ഷേ എല്ലാം നല്ല ലൈറ്റ് കളേഴ്സായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പം കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. പിന്നെ നമ്മൾ ലാസ്റ്റ് ഷർട്ട് തന്നെ എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ 2 ഷർട്ട് സെലക്ട് ചെയ്ത് വെച്ചു. അതിനകത്ത് ഡാർക്ക് കളർ വേണോ ലൈറ്റ് കളർ വേണോ എന്നുള്ള കൺഫ്യൂഷനിലായിപ്പോയി ലാസ്റ്റ്. പിന്നെ ലാസ്റ്റ് ഡാർക്ക് കളർ തന്നെ സെലക്ട് ചെയ്തു. പിന്നെ ഞാൻ ഈ ഒരു ക്ലിപ്പ് എടുക്കാൻ വന്നതാണ്. എപ്പോഴും വാങ്ങിക്കണമെന്ന് ഓർക്കും, പക്ഷെ മറന്നു പോവും. ഇതങ്ങനെ ഓർത്തിരിക്കില്ലല്ലോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ബിൽ കൗണ്ടറിൻ്റെ അടുത്ത് തന്നെ ആരും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ട പാടെ ചാടിക്കയറി അങ്ങ് എടുത്തു. വേറെ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചിട്ടില്ല. ഈ 2 സാധനങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. കാരണം നമ്മൾ പ്ലാൻ ചെയ്ത് ഇറങ്ങിയൊന്നും അല്ലല്ലോ. അത്യാവശ്യമായിട്ട് ഈ ഒരു ഐറ്റം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ പിന്നെ അത് വാങ്ങിച്ചിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോവാണ്. അതൊന്ന് പാക്ക് ചെയ്തിട്ട് വീട്ടിലോട്ട് തന്നെ തിരിച്ച് പോവാണ്. വേറെ എവിടെയും കയറിയില്ല. നേരെ തന്നെ വീട്ടിലോട്ട് വന്നു കയറിയപ്പോൾ അവിടെ തന്നെ വീണ്ടും കുക്കിങ് സ്റ്റാർട്ട് ചെയ്തു. കാരണം ഞാൻ പറഞ്ഞല്ലോ ഓഫീസിൽ പോകണം. അപ്പം ഞാൻ സാധാരണ എന്താ ചെയ്യാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫീസിൽ പോകേണ്ട ദിവസങ്ങളിൽ തലേന്ന് ഞാൻ കറി ഉണ്ടാക്കി വെക്കും. വെജിറ്റബിൾ കറി ഉണ്ടാക്കും. പിന്നെ എന്തെങ്കിലും നോൺ വെജും ഉണ്ടാക്കും. അപ്പോൾ എന്താ ചെയ്യാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കറി ഞാൻ അരിഞ്ഞു വെക്കും, എന്നിട്ട് രാവിലെ ഉണ്ടാക്കുക പതിവ്. അതുപോലെ നോൺ വെജ് ആയിട്ടുള്ള മീൻകറിയോ ഇറച്ചിയോ എന്തൊക്കെയാണെങ്കിലോ തലേന്ന് ഉണ്ടാക്കി വെക്കല പതിവ്. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് ഉണ്ടാക്കാതെ കിടക്കാൻ പറ്റത്തില്ല. അപ്പം ആദ്യം തന്നെ ഞാൻ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കറി ഉണ്ടാക്കണമെന്നും വീഡിയോ എടുത്തിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ, നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണമെന്നല്ല, സാധാരണ ഉണ്ടാക്കുന്ന കറി തന്നെയാണ്. അപ്പോൾ എണ്ണ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ സ്റ്റൗവും ക്ലീൻ ചെയ്യുന്നുണ്ട്. അത്രയും വേഗം പണിയൊക്കെ തീർത്തിട്ട് ഇരിക്കണം. അതുപോലെ തന്നെ നേരത്തെ കിടന്ന് ഉറങ്ങണം എന്നൊക്കെയാണ്. അപ്പോൾ സ്റ്റൗവൊക്കെ പയ്യനെ ക്ലീൻ ചെയ്തിട്ട് മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല. 5 സ്പൂൺ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ 2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അത്ര തന്നെ ഉള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ ചിക്കനിൽ പുരട്ടി വെച്ചിട്ടുണ്ടായി. അത് നന്നായിട്ട് വഴറ്റാണ് ചെയ്യുക. ഒരു 10-15 മിനിറ്റോളം മസാല ഇട്ട് നന്നായിട്ട് വഴറ്റും, നന്നായിട്ട് മൂപ്പിക്കും. അതിന് ശേഷമാണ് ചിക്കൻ ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് നാടൻ കോഴി ആയതുകൊണ്ട് ഒരു 10-45 മിനിറ്റോളം വെച്ചിട്ടാണ് ഒന്ന് വെന്ത് കിട്ടിയത്. മെയിനായിട്ട് കുക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയുള്ള പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രം കഴുകലാണ്. ഞാനങ്ങനെ കുറേ അങ്ങോട്ട് ഇട്ടിട്ട് വെക്കാറില്ല. അപ്പം എടുക്കുന്ന പാത്രങ്ങൾ അപ്പം തന്നെ എടുത്ത് കഴുകാൻ പതിവ്. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതെല്ലാം അപ്പം തന്നെ കഴുകി വെക്കുകയാണ് ചെയ്യുക.
അല്ലെങ്കിൽ പിന്നെ നമ്മൾ രാത്രിത്തേനും അവിടെ ഇട്ടിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ പാത്രങ്ങളെല്ലാം അങ്ങനെ കിടക്കാൻ കാണുമ്പോൾ പിന്നെ ഒരു മടിയാണ്, പിന്നെ അവിടെ നിന്ന് തുടങ്ങണം. എനിക്കത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അപ്പം ഞാൻ കിടക്കണതിന് മുന്നേ തന്നെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് തന്നെയാണ് കിടക്കുക. പിന്നെയുള്ള അവസാന പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യുമായിരിക്കും. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത്യാവശ്യം എന്തെങ്കിലും പൊടിയും കാര്യങ്ങളും ഒക്കെ അവിടെ ഇവിടെയൊക്കെ വീഴും. അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുന്നേ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്തിട്ട് തന്നെയാണ് കിടക്കാറ്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരാൾ എന്നെ സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്ത് ചെയ്താലും എൻ്റെ പുറകേ തന്നെ ഉണ്ടാവും. പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്ന് കുറച്ച് നേരം ഇരിക്കുക. പണിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ കുറച്ച് നേരം ഇരുന്ന് ടി വി ഒക്കെ കണ്ടിട്ട് തന്നെയാണ് പയ്യനെ കിടക്കാറ്. അപ്പം ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.